ഇമാം റാസി തങ്ങൾ ഒരു റോഡിലൂടെ നടന്നു പോവുമ്പോൾ റോഡരികിൽ നിൽക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ തങ്ങളെ കാണാനിടയായി. ഇമാമിന്റെ ശിഷ്യഗണങ്ങളോട് ഗ്രാമീണയായ ആ വൃദ്ധ മാതാവ് വളരെ കൗതുകത്തോടെ ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? ശിഷ്യർ ദേഷ്യത്തോടെ പറഞ്ഞു, കഷ്ടം, ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രപഞ്ചനാഥൻ ഉണ്ട് എന്നതിൻ്റെ ആയിരം തെളിവുകൾ വ്യക്തമായി അറിയുന്ന മഹാജ്ഞാനിയായ ഇമാം റാസിയാണ് ഇദ്ദേഹം. അപ്പോൾ ആ വൃദ്ധമാതാവ് മറുപടിയായി പറഞ്ഞ അവരുടെ വാക്കുകൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതും പിൽക്കാലത്ത് പ്രസിദ്ധിയാർജിച്ചതുമായ വാക്കുകളായിരുന്നു. മഹദി പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, പ്രപഞ്ചനാഥനായ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ആയിരം സംശയങ്ങൾ അദ്ദേഹത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് 1000 തെളിവുകളുടെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ഇത് കേട്ട ഇമാം റാസി തങ്ങൾ നാഥനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, നാഥ, ആ വൃദ്ധയെ പോലെയുള്ളവരുടെ വിശ്വാസം ഞങ്ങൾക്കും നൽകണേ. സ്ഥലകാലങ്ങൾക്കതീതനായ നാഥനെ സ്ഥലകാലങ്ങൾക്കധീനമായ തെളിവുകൾ കൊണ്ട് സമർത്ഥിക്കുക അസാധ്യമാണ്. കാരണം പദാർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഹൃദയനാഥൻ രൂപഭേദങ്ങളിൽ നിന്ന് പരിശുദ്ധനാണ്. പദാർത്ഥങ്ങളിൽ ദൈവത്തിന് തെളിവുകൾ തിരഞ്ഞ് സമയം കളയുന്നതിന് പകരം സൃഷ്ടികളായ പദാർത്ഥങ്ങളിലൂടെ പദാർത്ഥനാഥനെ പ്രണയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രപഞ്ചനാഥൻ ആരാണെന്ന് ഹൃദയബോധ്യം വരും. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ അന്യരാക്കി അകറ്റി നിർത്താൻ ലോകത്ത് ഒന്നുമുണ്ടാവില്ല. എല്ലാം തൻ്റെ കുടുംബമായി മാറും.